നമസ്കാരം. സഹാറ എക്സ്പ്രസിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് പരീക്ഷകൾ വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹിസ്റ്ററിയുടെ പാർട്ട്, ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ഒരു പാർട്ടോടുകൂടി നമുക്ക് ഇതിൻ്റെ ഏകദേശ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവരുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും കാര്യങ്ങളും നമ്മൾ പഠിക്കും. SCERT ഫാക്ടറികൾ ഉൾപ്പെടെയാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. അത് നേരെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് നിർത്തിയതിൻ്റെ ബാക്കിയായിട്ടാണ് ഇവിടെ പോകുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് രാമകൃഷ്ണ മിഷനെ പറ്റിയിട്ടാണ്. രാമകൃഷ്ണ മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം, മാസം, തീയതി പഠിക്കുക. 1897 മെയ് 1 രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് തുടങ്ങുന്നത് 1897 മെയ് 1. നമ്മളിപ്പോൾ തന്നെ ഒരുപാട് സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട പല സംഘടനകളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും വർഷമുണ്ട്. ഈ വർഷങ്ങൾ മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക. ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ഓർഡറിൽ എഴുതാനോ ഒക്കെ ആയിട്ടൊക്കെ PCക്ക് ചോദിക്കാം. സോ വർഷങ്ങൾ ഒരിക്കലും മറക്കരുത്. 1897 മെയ് 1 രാമകൃഷ്ണ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൗണ്ടർ ഓഫ് രാമകൃഷ്ണ മിഷൻ നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ തുടങ്ങിയത്. രാമകൃഷ്ണ മിഷൻ പേര് കിട്ടിയത് ആരുടെ സ്മരണാർത്ഥമാണ് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഓർമ്മ കാണും. നമ്മളത് പറയുന്നുണ്ട്, എന്നാലും നമുക്ക് അറിയാവുന്ന പോയിന്റ് ആയിരിക്കും. ഓക്കെ, നോക്കുക. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ പറയുക അത് കൊൽക്കത്തയിലുള്ള ബേലൂർ മഠമാണ്. ബേലൂർ മഠമാണ് രാമകൃഷ്ണ മിഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ബേലൂർ മഠം കൊൽക്കത്തയാണ്. 3 പോയിന്റുകൾ. 1897 മെയ് 1 കൊൽക്കത്തയിലെ ബേലൂർ മഠം ആസ്ഥാനമാക്കി സ്വാമി വിവേകാനന്ദൻ എന്ത് സ്ഥാപിക്കുന്നു? രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിക്കുന്നു. രാമകൃഷ്ണ മിഷന്റെ മോട്ടോ പഠിച്ചു വയ്ക്കുക. ആത്മതോ മോക്ഷദം ജഗത് ഹിതാച. ആത്മതോ മോക്ഷം ജഗത് ഹിതായ ച. സംസ്കൃതമാണ്. ആത്മനോ മോക്ഷദം ജഗത് ഹിതായ ച എന്നാണ് രാമകൃഷ്ണ മിഷന്റെ മോട്ടോ എന്ന് പറയുന്നത്. അത് പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ ഇതവിടെ മലയാളത്തിൽ തന്നിട്ടുണ്ട്. ഇത് സംസ്കൃതമാണ് കേട്ടോ, അതുകൊണ്ടാണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട്. നമ്മുടെ മലയാളമല്ല, സംസ്കൃത വാക്കാണ്. ആത്മനോ മോക്ഷദം ജഗത് ഹിതായ ച എന്നുള്ളതാണ് നമ്മുടെ രാമകൃഷ്ണ മിഷന്റെ മോട്ടോ എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഫോർ ദ സീക്ക് ഓഫ് ഓൺസ് സാൽവേഷൻ ആൻഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ വേൾഡ്. അവനവന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും എന്നുള്ളതാണ്. അതായത് അവനവൻ്റെ സാൽവേഷന് വേണ്ടി പ്രയത്നിക്കുക, ഒപ്പം ലോകത്തിൻ്റെയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മീനിങ്ങും പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ മോട്ടോ തന്നിട്ട് ആത്മതോ മോക്ഷദം ജഗത് ഹിതായ എന്ന് തരുന്നതിന് പകരം അതിൻ്റെ മീനിങ് എടുത്ത് തന്നിട്ട് ഇതിൽ ഏതാണ് മോട്ടോ എന്ന് ചോദിച്ചാലും ആയി. നമ്മളതിന് മുമ്പ് നമ്മുടെ ആര്യ സമാജത്തിൻ്റെയൊക്കെ മോട്ടോ പഠിച്ചതാണ്, അതിൻ്റെ മീനിങ്ങും പഠിച്ചതാണ്. അപ്പോൾ രണ്ടും കൂടിയൊക്കെ ഒരുമിച്ച് തന്നിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ എന്തായാലും ഫോർ ദ സേക്ക് ഓഫ് ഓൺ സാൽവേഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് ദ വേൾഡ് എന്നുള്ളതാണ് നമ്മുടെ രാമകൃഷ്ണ മിഷൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. ഈ രാമകൃഷ്ണ മിഷൻ ഒരു വുമൺസ് വിങ് ഉണ്ട്. അതിൻ്റെ പേരാണ് ശാരദാമഠം. വുമൻസ് വിങ് ഓഫ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ്റെ വുമൻസ് വിങ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വിഭാഗമുണ്ട് രാമകൃഷ്ണ മിഷന്. അതിൻ്റെ പേരാണ് ശാരദാ മഠ് എന്ന് പറയുന്നത്, ശാരദാ മഠം എന്ന് പറയുന്നത്. ഇത് നോക്കുക. ദ എസറ്റിക് ഓഫ് ദക്ഷിണേശ്വര ഈസ് നോൺ ആസ് ശ്രീ രാമകൃഷ്ണ പരമഹംസർ. അപ്പോൾ ഈ സ്വാമി വിവേകാനന്ദനാണ് നമ്മുടെ ഈ രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്തത്. രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നതിൽ രാമകൃഷ്ണൻ, ശ്രീ രാമകൃഷ്ണ പരമഹംസർ ഇദ്ദേഹത്തിൻ്റെ വിവേകാനന്ദന്റെ ഗുരുവായിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പേരിനോട് സാമ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ശ്രീരാമകൃഷ്ണ മിഷൻ എന്നതിന് പേര് കൊടുത്തത്. അപ്പോൾ ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് ദ അസെനിക് ഓഫ് ദക്ഷിണേശ്വര. ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ രാമകൃഷ്ണ പരമഹംസർ. അപ്പം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ദക്ഷിണേശ്വരത്തിലെ സന്യാസി, ഇത് സൈൻഡ് ഓഫ് ദക്ഷിണേശ്വര എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. സന്യാസി എന്നുള്ളതാണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. ഓപ്ഷനിൽ സ്വാമി വിവേകാനന്ദൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ രാമകൃഷ്ണ മിഷൻ്റെ ഫൗണ്ടർ സ്വാമി വിവേകാനന്ദൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവും പോയി സ്വാമി വിവേകാനന്ദൻ കർപ്പിക്കാൻ സാധ്യതയുണ്ട്. ചെയ്യരുത്. എസറ്റിക് ഓഫ് ദക്ഷിണേശ്വര എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്. ദ മെയിൻ ഐഡിയ ഓഫ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ മുൻപോട്ട് വെച്ച ആശയങ്ങൾ എന്ന് പറയുന്നത് ഒപ്പോസ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇമ്മോറൽ പ്രാക്ടീസ്. നമ്മൾ ഒട്ടുമിക്ക എല്ലാ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റുകൾക്കും ഇതൊരു മെയിൻ, അവരുടെ ഒരു പ്രധാന അജണ്ട തന്നെയായിരുന്നു എന്ന് പറയുന്നത്. കാസ്റ്റ് സിസ്റ്റത്തിനെ ഒപ്പോസ് ചെയ്യുക, ജാതി വ്യവസ്ഥയെ
എതിർക്കുക, അതുപോലെ തന്നെ ഇമ്മോറൽ പ്രാക്ടീസ്, ദുരാചാരങ്ങളെയൊക്കെ എതിർക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ രാമകൃഷ്ണ മിഷൻ്റെ പ്രധാനപ്പെട്ട ഒരാശയം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അക്കാലത്തുണ്ടായിട്ട് വന്ന എല്ലാ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും ഒരു പ്രധാന അജണ്ട അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഈ ഇമ്മോറൽ പ്രാക്ടീസിനെ എതിർക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അടുത്ത് നോക്കുക, പ്രൊമോട്ട് ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം തോട്ട്സ്, സ്വാതന്ത്ര്യം, അതുപോലെ തുല്യത, അതുപോലെ സ്വതന്ത്ര ചിന്ത, ഇതിനെയൊക്കെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. പ്രൊമോട്ട് ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ഫ്രീ തോട്ട്, സ്വതന്ത്ര ചിന്ത, സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ തുല്യത, ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ രാമകൃഷ്ണ മിഷൻ്റെ ഒരു പ്രധാന ആശയമായിരുന്നു. നോക്കുക, ദ രാമകൃഷ്ണ മിഷൻ ആൻഡ് സ്വാമി വിവേകാനന്ദൻ, നമ്മുടെ പുസ്തകത്തിനകത്തുള്ളൊരു പാർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നൈംഡ് ആഫ്റ്റർ രാമകൃഷ്ണ പരമഹംസ, സ്വാമി വിവേകാനന്ദൻസ് ഗുരു, ദ രാമകൃഷ്ണൻ മിഷൻ സ്ട്രെസ്ഡ് ദ ഐഡിയ ഓഫ് സാൽവേഷൻ തോട്ട്, സോഷ്യൽ സർവീസ് ആൻഡ് സെൽഫ് ആക്ഷൻ. രാമകൃഷ്ണ പരമഹംസന്റെ പേരിലാണ് എന്ത് തുടങ്ങിയത്? സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിട്ടുള്ള രാമകൃഷ്ണ പരമഹംസരുടെ പേരിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന പേര് തുടങ്ങിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് രാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ്. ദ രാമകൃഷ്ണ മിഷൻ സ്ട്രെസ്ഡ് ദ ഐഡിയ ഓഫ് സാൽവേഷൻ തോട്ട് ആൻഡ് സോഷ്യൽ സർവീസ് ആൻഡ് സെൽഫ് ആക്ഷൻ. പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ച ഐഡിയകളാണ് സാൽവേഷൻ തോട്ട്, എന്താണ് ആ സ്വതന്ത്രമായിട്ടുള്ള ചിന്ത, സോഷ്യൽ സർവീസ് സാമൂഹ്യ സേവനം ആൻഡ് സെൽഫ് ആക്ഷൻ. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ട് രാമകൃഷ്ണ മിഷൻ സ്ട്രെസ് ചെയ്ത് വെച്ച ഐഡിയകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സ്വാമി വിവേകാനന്ദനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഹൂസ് ഒറിജിനൽ നെയിം വാസ് നരേന്ദ്ര ദത്ത്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേര് പഠിക്കുക, നരേന്ദ്രനാഥ് ദത്ത്. ഇത് നമുക്കൊക്കെ ബേസിക്കായിട്ട് അറിയാവുന്ന, നമ്മൾ കുഞ്ഞിലേക്ക് സ്കൂളിലൊക്കെ ക്വിസിനൊക്കെ പോകുമ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കുന്ന ഒരു സാധനമാണ്, കുഞ്ഞിലേ നമുക്കറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേര് നരേന്ദ്രനാഥ് ദത്ത് എന്നാണ്. നരേന്ദ്രനാഥ ദത്ത് കമ്പൈൻഡ് ദ സിമ്പിൾ ടീച്ചിങ് ശ്രീ രാമകൃഷ്ണ വിത്ത് ഹിസ് വെൽ ഫൗണ്ടഡ് മോഡേൺ ഔട്ട്ലുക്ക് ആൻഡ് സ്പ്രെഡ് ദം ആൾ ഓവർ ദ വേൾഡ്. നമ്മുടെ ശ്രീരാമകൃഷ്ണൻ്റെ ആ ഒരു ടീച്ചിങ്ങിലൂടെ, സിമ്പിളായിട്ടുള്ള ടീച്ചിങ്ങിലൂടെ അദ്ദേഹത്തിൻ്റെ ഔട്ട്ലുക്സ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ലോകമെമ്പാടും പ്രചരിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് നമ്മുടെ രാമകൃഷ്ണ പരമഹംസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന ഒരു സംഘടന സ്ഥാപിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഈ ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾ, ഇദ്ദേഹത്തിൻ്റെ ഐഡിയകളൊക്കെ എന്ത് ചെയ്തു? ലോകമെമ്പാടും പ്രചരിപ്പിച്ച വ്യക്തി സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ആശയങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിച്ച വ്യക്തി സ്വാമി വിവേകാനന്ദനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം പഠിക്കുക, നരേന്ദ്രനാഥ് ദത്താണ്. അദ്ദേഹത്തിൻ്റെ ജനന മരണ തീയതികൾ ആ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. സോ അതും കൂടെ നമ്മൾ പഠിക്കണം. 1863 ജനിക്കുന്നത്. 1902 സ്വാമി വിവേകാനന്ദൻ മരണമടയുകയാണ് ചെയ്യുന്നത്. 1863 മുതൽ 1902 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. നോക്കുക അടുത്തത്, ആഫ്റ്റർ ഹിയറിംഗ് ഹിം ദ വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയസ് ചിക്കാഗോ ഇൻ 1893 ദ ന്യൂയോർക്ക് ഹെഡഡ് റിപ്പോർട്ടഡ് വി ഫീൽ ഹൗ ഫൂളിഷ്. അതൊന്ന് നോക്കുക. വി ഫൂളിഷ് ഹൗ ഫൂളിഷ് ഇറ്റ് സെൻഡ് ദ മിഷണറീസ് ടു ഹിസ് ലാൻഡ് നാഷൻ. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ആഫ്റ്റർ ഹിയറിംഗ് ഹിം ഇൻ ദ വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയസ് അറ്റ് ചിക്കാഗോ. ചിക്കാഗോയിൽ നടന്ന ലോക മത സമ്മേളനം, വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയസ് അറ്റ് ചിക്കാഗോ. അപ്പോൾ അത് നടന്ന വർഷം 1893. ഈ വേൾഡ് പാർലമെന്റ് റിലീജിയസ് ചിക്കാഗോയിൽ നടന്ന മതസമ്മേളനത്തിൽ ആനി ബെസന്റ് പങ്കെടുത്തൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വർഷം പഠിച്ചതാണ്. 1893 ചിക്കാഗോയിലെ റിലീജിയസ് വേൾഡ് പാർലമെന്റ് നടക്കുന്നത്. സർവ്വമത സമ്മേളനം നടക്കുന്നത് ചിക്കാഗോയിൽ 1893. അപ്പോൾ ആ ചിക്കാഗോയിൽ നടന്ന ഈ സർവ്വമത സമ്മേളനത്തിൽ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പങ്കെടുക്കുകയും അദ്ദേഹം അവിടെ ഒരു പ്രസംഗം നടത്തുകയും ചെയ്യുന്നു. അത് കേട്ട ആളുകൾ, പ്രധാനമായിട്ടും അവിടുത്തെ ന്യൂയോർക്ക് ഹെൽഡ് റിപ്പോർട്ടഡ്, അവിടുത്തെ ഒരു പത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തത്. വി ഫീൽ ഹൗ ഫൂളിഷ് ഇറ്റ് ടു സെൻഡ് മിഷണറീസ് ടു ഹിസ് ലാൻഡ് നാഷൻ. ഇദ്ദേഹം വന്ന ഇത്രയും മതകാര്യങ്ങളാണ് അവിടെ പോയി ഇദ്ദേഹം സംസാരിക്കുന്നത്. നമ്മുടെ ഹിന്ദു മതത്തിനെ കുറിച്ചിട്ട്, നമ്മുടെ ഭാരത സംസ്കാരത്തെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഒരു നാഷണലിൽ നിന്ന് വന്ന ആളാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ നാഷനിലേക്ക് നമ്മൾ മിഷണറീസിനെ അയക്കുന്നത് എത്രത്തോളം വിഡ്ഢിത്തമായൊരു തീരുമാനമാണ് എന്ന് പോലും അവിടെയുള്ള ആളുകൾക്ക് ചിന്തിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഈ പാർലമെന്റിലെ ഈ പ്രസംഗം കേട്ട ശേഷമാണ്. അപ്പോൾ ന്യൂയോർക്ക് ഹെറാൾഡാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂയോർക്ക് ഹെറാൾഡാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഈ സ്വാമി വിവേകാനന്ദൻ്റെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാഷനിലേക്ക് നമ്മൾ മിഷണറീസിനെ സെൻഡ് ചെയ്തത്. മിഷണറീസ് എന്ന് പറഞ്ഞാൽ ഈ എന്താണ്, നമ്മുടെ
ബാക്കി വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളെ കൂടുതലും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളാണ്. അവർ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്കും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ക്രിസ്ത്യൻ മിഷണറിമാരെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇതുപോലെ മിഷണറിമാരെ അയച്ചത് എത്രത്തോളം വിഡ്ഢിതമായി പോയി എന്ന് നമുക്ക് ഫീൽ ചെയ്തു എന്നാണ് ന്യൂയോർക്ക് ഹെറാൾഡ് എന്ന് പറയുന്ന ആ ഒരു മാസിക റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോയിലെ പ്രസംഗം കേട്ടിട്ട് നോക്കുക. ഇന്ത്യയുടെ സ്വാമി വിവേകാനന്ദ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഇൻ മോഡേൺ ടൈംസ്. നോക്കുക, ഫസ്റ്റ് ഇന്ത്യൻ ഇൻ മോഡേൺ ടൈംസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വിവേകാനന്ദ, ഹു റീ എസ്റ്റാബ്ലിഷ് ദ സ്പിരിച്വൽ പ്രീ എമിൻമെന്റ്സ് ഓഫ് ദ വേദാന്ത ഫിലോസഫി ആൻഡ് ഗോൾ സ്കെയിൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ വേദാന്ത ഫിലോസഫികളൊക്കെ അല്ലെങ്കിൽ നമ്മൾ വേദാന്തം എന്ന് പറയില്ലേ, വേദാന്ത ഫിലോസഫി നമ്മുടെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റീ എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ആഗോള തലത്തിലേക്ക് എത്തിച്ച ഒരു ഫസ്റ്റ് ഇന്ത്യൻ ഇൻ മോഡേൺ ടൈംസ്, ഒരു ആധുനിക ഇന്ത്യയിലെ ഒരു വ്യക്തി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഇൻ മോഡേൺ ടൈംസ് ഹു റീ എസ്റ്റാബ്ലിഷ്ഡ് ദ സ്പിരിച്വൽ പ്രീ എമിനൻസ് ഓഫ് ദ വേദാന്ത ഫിലോസഫി ഓൺ എ ഗ്ലോബൽ സ്കെയിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വേദാന്ത ഫിലോസഫികളൊക്കെ എന്ത് ചെയ്ത? റീ എസ്റ്റാബ്ലിഷ് ചെയ്ത ദ ഫസ്റ്റ് ഇന്ത്യൻ ഇൻ മോഡേൺ ടൈം എന്നറിയപ്പെടുന്ന വ്യക്തി സ്വാമി വിവേകാനന്ദനാണ് എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഭാഗം തന്നിരിക്കുന്നത്. കൂടെ പറഞ്ഞിരിക്കുന്നു, ബട്ട് ഹിസ് മിഷൻ വാസ് നോട്ട് സിംപ്ലി ടു ടോക്ക് ദ റീജിയൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മിഷൻ എന്ന് പറയുന്നത് മതത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് മാത്രമായിരുന്നില്ല. ഹി വാസ് എക്സ്ട്രീംലി പെയിൻറ്റഡ് അറ്റ് ദ പോവർട്ടി ആൻഡ് ദ മിസറി സക്സസ്ഫുൾ ഓൺലി ബൈ അഫ്ലിക്റ്റിംഗ് ദ കണ്ടീഷൻ ഓഫ് ദ മാസസ്. അദ്ദേഹം എന്തിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടേ? ഹി വാസ് എക്സ്ട്രീംലി പെയിൻറ്റഡ് അറ്റ് പോവർട്ടി ആൻഡ് ദ മിസറി ഓഫ് ഹിസ് കൺട്രി. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ദാരിദ്ര്യത്തെക്കുറിച്ചും അതുപോലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ എന്ത് ചെയ്തിട്ടുണ്ട്? സംസാരിച്ചിട്ടുണ്ട്. ഹി ഫേംലി ബിലീവ്ഡ് ദാറ്റ് എനി റീസൺ കുഡ് ബിക്കം സക്സസ്ഫുൾ ഓൺലി ബൈ അഫ്ലിറ്റിംഗ് ദ കണ്ടീഷൻ ഓഫ് ദ മാസസ്. മാസസ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ കൂട്ടത്തിലെയാണ്. ഈ ജനങ്ങളുടെയൊക്കെ കണ്ടീഷൻ ഉയർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവൂ എന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വിശ്വസിച്ചു. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റാണ്. ദെയർഫോർ ഹിസ് ക്ലറേഷൻ കാൾ ടു ദ പീപ്പിൾ of India was the rise above narrow confine their religion of the kitchen. Okay, നോക്കുക, religion of the kitchen and come together in the service of the nation. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് അദ്ദേഹത്തിൻ്റെ, നമ്മൾ പറഞ്ഞു, അദ്ദേഹം വെറും ഒരു മതത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് നടന്നൊരു വ്യക്തിയല്ല. പകരമോ അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോവർട്ടിയെക്കുറിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ മോശം അവസ്ഥയെക്കുറിച്ചും ഒക്കെ നല്ല ബോധമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മറികടക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങൾ എന്ത് ചെയ്യണം? അഫ്ലിക്റ്റ് ചെയ്ത് ബെറ്റർ കണ്ടീഷനിലേക്ക് വരണം എന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ജനങ്ങളോട് നടത്തിയ ആഹ്വാനം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആഹ്വാനം എന്ന് പറയുന്നത് വാസ് ടു റൈസ് എബോവ് ദ നാരോ കൺഫൈൻസ് ഓഫ് ദ റിലീജിയൻ ഓഫ് കിച്ചൺ. അടുക്കളയിലെ മതം എന്ന് പറയുന്ന ആ ഒരു ചുരുങ്ങിയ സ്ഥലത്ത് നിന്ന് പുറത്തോട്ട് വന്നിട്ട് കം ടുഗദർ നാഷൻ ഓഫ് ദ ഇന്ത്യ, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ആൻഡ് കം ടുഗദർ ഇൻ ദ സർവീസ് ഓഫ് ദ നാഷൻ, രാജ്യസേവനത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ റിലീജിയൻ ഓഫ് കിച്ചൺ എന്ന് പറയുന്നത്? അതായത് ഈ മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്കിടയിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ, കിച്ചണിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ, അതാണ് റീജിയൻ ഓഫ് ദ കിച്ചൺ എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ മാത്രം ഇങ്ങനെ ചുരുങ്ങി കിടക്കാതെ നമ്മുടെ രാഷ്ട്ര സേവനത്തിലേക്ക് കൂടി ജനങ്ങൾ ഇറങ്ങി വന്നാൽ മാത്രമേ ഇദ്ദേഹം പറയുന്ന ഈ അപ്ലിഫ്റ്റ്മെൻറ്റ് നടക്കൂ എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. ഈ റിലീജിയൻ ഓഫ് ദ കിച്ചൺ എന്ന് പറയുന്ന ടേം ഒന്ന് നന്നായിട്ട് മനസ്സിലിരുത്തുക. അത് ആദ്യമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു പോയിൻ്റാണ്. അടുത്ത് നോക്കുക. By sending out this call, he made a single contribution on the nascent national of India. His sense of nationalism was, however, not narrow. Its concept, he was convinced that many of the problems facing the mankind could only to be overcome if the nation and the world come together on equal footing. Okay, നോക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വീക്ഷണങ്ങളെന്ന് പറയുന്നത് വളരെ നോട്ട് നാരോ, വളരെ ചുരുങ്ങിയ വീക്ഷണങ്ങൾ മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുകൾ മാത്രമായിരുന്നില്ല. ഹി വാസ് convicted that many of the problems facing that mankind could only be overcome if the nations of the world come together on a equal footing. നമ്മുടെ ലോകരാഷ്ട്രങ്ങൾ, ലോകത്തിലെ രാജ്യങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ ഈ
മാൻകൈൻഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഹിസ് എക്സോർസേഷൻ ടു ദ യൂത്ത് വാസ് യുണൈറ്റഡ് ഇൻ ദ ബേസ് ഓഫ് കോമൺ സ്പിരിച്വൽ ഹെറിറ്റേജ്. അദ്ദേഹം യുവാക്കൾക്ക് കൊടുത്ത ഒരു ആഹ്വാനം എന്ന് പറയുന്നത് യുണൈറ്റ് ഓൺ ദ ബേസസ് ഓഫ് കോമൺ സ്പിരിച്വൽ ഹെറിറ്റേജ്. കോമൺ സ്പിരിച്വൽ ഹെറിറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം യുവാക്കൾക്ക് കൊടുത്ത അദ്ദേഹത്തിൻ്റെ ആഹ്വാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആഹ്വാനങ്ങളൊക്കെ കൊടുത്തത് കൊണ്ട് ഹി ബിക്കം ട്രൂലി ദ സിമ്പിൾ ഓഫ് ന്യൂ സ്പിരിച്വൽ ആൻഡ് സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ഫോർ ദ ഫ്യൂച്ചർ. അദ്ദേഹം എന്തായിട്ട് മാറി? സിമ്പിൾ ഓഫ് ന്യൂ സ്പിരിറ്റ്സ് ആൻഡ് സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ഫോർ ദ ഫ്യൂച്ചർ എന്ന് അദ്ദേഹം അങ്ങനെ അതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വീക്ഷണങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. ആ സ്റ്റേറ്റ്മെൻ്റൊക്കെ ആയിട്ട് എടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ഇതാ നോക്കുക. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസനെ പറ്റിയിട്ടാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസ അദ്ദേഹം ജനിച്ചത് 1836 ഫെബ്രുവരി 18-നാണ്. ഓക്കെ, 1836 ഫെബ്രുവരി 18-നാണ്. സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് 1863-ലാണ്. നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസർ ജനിച്ചത് 1836 ഫെബ്രുവരി 18-നാണ്. അദ്ദേഹം ജനിച്ച സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് കൊമർപുക്കൂർ എന്നാണ്. ഹൂഗ്ലി ജില്ലയിലെ കൊമർപുക്കൂറിലാണ് എന്ത് ചെയ്തത്, നമ്മുടെ സ്വാമി ശ്രീരാമകൃഷ്ണ പരമഹംസർ ജനിച്ചത് കൊമർപുക്കൂർ, ഹൂഗ്ലി ജില്ല, വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പഠിക്കുക, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗദ്ദാധർ ചതോപാധ്യായ അല്ലെങ്കിൽ ഗദ്ദാധർ ചാറ്റർജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാമകൃഷ്ണ പരമഹംസർ. യഥാർത്ഥ പേര് ഗദ്ദാധർ ചതോപാധ്യായ അല്ലെങ്കിൽ ഗദ്ദാധർ ചാറ്റർജി എന്നാണ് നമ്മുടെ രാമകൃഷ്ണ പരമഹംസർ അറിയപ്പെടുന്നത്. ഇതിൻ്റെ വൈഫിൻ്റെ പേരാണ് ശാരദാമണി. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഭാര്യയുടെ പേര് ശാരദാമണി. ഇതും നിങ്ങൾ മറക്കരുത്. ശാരദാമണിക്കും കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ശാരദാമണി എന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ ജനിച്ച വർഷം 1836 ഫെബ്രുവരി 18. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്നു ഇദ്ദേഹം. കൊമർപുക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്, ഹൂഗ്ലി ജില്ല, വെസ്റ്റ് ബംഗാൾ. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മറക്കരുത്, ഗദ്ദാധർ ചതോപാധ്യായ അല്ലെങ്കിൽ ഗദ്ദാധർ ചാറ്റർജി എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ശാരദാമണി. ഇദ്ദേഹം മരിച്ച വർഷം 1886 ഓഗസ്റ്റ് 16-നാണ്. 1886 ഓഗസ്റ്റ് 16-നാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ മരണമടയുന്നത്. ഓക്കെ, നോക്കുക. അദ്ദേഹത്തെ നമ്മൾ നേരത്തെ വിളിച്ചു, അദ്ദേഹം ദക്ഷിണേശ്വരത്തിലെ സന്യാസി, ദക്ഷിണേശ്വര സൈന്റ് എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ദക്ഷിണേശ്വരത്തിൻ്റെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഹി വാസ് ദ പ്രീസ്റ്റ് അറ്റ് കാളി ടെമ്പിൾ ഇൻ ദക്ഷിണേശ്വര, കൊൽക്കത്ത. കൊൽക്കത്തയിലെ ദക്ഷിണേശ്വരത്തിനടുത്തുള്ള ഒരു കാളി ടെമ്പിളിലെ പുരോഹിതനായിരുന്നു നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്ന് നമ്മൾ വിളിക്കുന്നത്, എന്തെന്ന് വിളിക്കുന്നത്, ദക്ഷിണേശ്വര സൈന്റ്, ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്ന് ചുമ്മാ വിളിക്കുന്നതല്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു, ഒരു കാളി ടെമ്പിളിലെ പുരോഹിതനായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മാത്രം മതി. നോക്കുക, ശാരദമണി ഈസ് കൺസിഡേർഡ് ആസ് ദ എയർലി ഗുരു ഓഫ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആദ്യത്തെ ഗുരുവായിട്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്ന വ്യക്തിയാണ് ശാരദാമണി. ഇവർ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് മാറുന്നു. അപ്പോൾ ശാരദാമണി ഈസ് കൺസിഡേർഡ് ടു ബി ദ എയർലി ഗുരു ഓഫ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരുവായിട്ട് പരിഗണിക്കപ്പെടുന്നത് ശാരദാമണിയെയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ ബിലീവ്ഡ് ദാറ്റ് സർവീസ് ടു ഹ്യൂമാനിറ്റി ഈസ് സർവീസ് ടു ഗോഡ്. സർവീസ് ടു ഹ്യൂമാനിറ്റി ഈസ് സർവീസ് ടു ഗോഡ്. എന്താടേ, മനുഷ്യ നന്മ എന്ന് പറയുന്നത് ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സുകളുടെ ലീഡറാണ് ആരെന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ ബിലീവ് ചെയ്യുന്നത് എന്താണ്? സർവീസ് ടു ഹ്യൂമാനിറ്റി ഈസ് സർവീസ് ടു ഗോഡ്. ഓക്കെ, അടുത്ത നോക്കുക. ദ ഫസ്റ്റ് ബയോഗ്രഫി ഓഫ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ആർ പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലീഷ് ബൈ പ്രതാപ് ചന്ദ്ര മജുംദാർ എന്ന് പറയുന്നത്. പ്രതാപ് ചന്ദ്ര മജുംദാർ, ദ ഫസ്റ്റ് ബയോഗ്രഫി ഓഫ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആദ്യത്തെ ബയോഗ്രഫി, ജീവചരിത്രം ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്ത വ്യക്തിയാണ് പ്രതാപ് ചന്ദ്ര മജുംദാർ എന്ന് പറയുന്നത്. പ്രതാപ് ചന്ദ്ര മജുംദാർ. ഓക്കെയാണേ, ക്ലിയർ ആണ്. അപ്പോൾ പ്രതാപ് ചന്ദ്ര മജുംദാർ ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ബയോഗ്രഫി ആദ്യമായി ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്ത വ്യക്തിയാണ് പ്രതാപ് ചന്ദ്ര മജുംദാർ. നോക്കുക, ശ്രീരാമകൃഷ്ണ പരമഹംസൻ അറ്റൻഡ് സമാധി ഓൺ
1886 ഓഗസ്റ്റ് 60, 1816 1886 ഓഗസ്റ്റ് 16 എന്ത് ചെയ്യുന്നു? പരമഹംസർ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണേ. അടുത്ത ദ ഇയർ വിവേകാനന്ദ ആൻഡ് രാമകൃഷ്ണ പരമഹംസർ മീറ്റ്. നമ്മുടെ സ്വാമി വിവേകാനന്ദനും അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള പരമഹംസരും കണ്ടുമുട്ടിയ വർഷം 1881 1886 അദ്ദേഹം മരണമടയുന്നു. 81 അവർ കണ്ടുമുട്ടുന്നു. ക്ലിയർ ആണേ. അപ്പോൾ വിവേകാനന്ദനും നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസരും കൂടെ കണ്ടുമുട്ടിയ വർഷം 1881. ദ മോങ്ക് ഓഫ് ദക്ഷിണേശ്വര, ദക്ഷിണേശ്വര സന്യാസി, നമ്മൾ പഠിച്ച പോയിന്റ് തന്നെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ദ മോങ്ക് ഓഫ് ദക്ഷിണേശ്വര, ദ സൈൻറ്റ് ഓഫ് ദക്ഷിണേശ്വര എന്നൊക്കെ പറഞ്ഞാൽ അതാര് തന്നെയാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ദ മോങ്ക് ഓഫ് പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇത് പഠിക്കുക. ഇത് നമുക്ക് ഒരുമിച്ച് പഠിച്ചു വയ്ക്കാം. ദ മോങ്ക് ഓഫ് ദക്ഷിണേശ്വര സന്യാസി ശ്രീരാമകൃഷ്ണ പരമഹംസർ. നമ്മൾ മറക്കില്ല, നമ്മൾ 3-4 തവണ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചതാണ്. അടുത്തത് മോങ്ക് ഓഫ് പൗനൂറിലെ സന്യാസി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആചാര്യ വിനോദ ഭാവെ. ദ മോങ്ക് ഓഫ് പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോദ ഭാവയാണ്. എങ്കിൽ ദ മോങ്ക് ഓഫ് സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? മഹാത്മാ ഗാന്ധി. ഇത് മൂന്നും കൂടി ഒരുമിച്ചങ്ങ് പഠിച്ചു വയ്ക്കുക, കിട്ടുമല്ലോ. മോങ്ക് ഓഫ് ദക്ഷിണേശ്വര ശ്രീരാമകൃഷ്ണ പരമഹംസർ, മോങ്ക് ഓഫ് പൗനാറിലെ സന്യാസി ആചാര്യ വിനോദ ഭാവെ, ദ മോങ്ക് ഓഫ് സബർമതിയിലെ സന്യാസി മഹാത്മാ ഗാന്ധി. മൂന്നെണ്ണം കൂടെ ഒരുമിച്ച് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രാമകൃഷ്ണ മിഷനും അതുപോലെ സ്വാമി വിവേകാനന്ദനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ചൊക്കെ പഠിച്ചു. നമ്മളത് അടുത്ത സോഷ്യൽ റിഫോംസ് മൂവ്മെന്റിലേക്ക് പോവുകയാണ്. നോക്കുക, അടുത്തത് ഹിന്ദു മഹാസഭ ഫൗണ്ട് ചെയ്ത വർഷം നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. 1915 ഹിന്ദു മഹാസഭ ഫൗണ്ട് ചെയ്യുന്നത്. ഏത് വർഷമാണ് ഹിന്ദു മഹാസഭ ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1915 ഹിന്ദു മഹാസഭ ഫൗണ്ട് ചെയ്യുന്നത്. ഫൗണ്ടർ ഓഫ് ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യയാണ്. ഇത് ഫൗണ്ട് ചെയ്ത വ്യക്തിയുടെ പേര് മദൻ മോഹൻ മാളവ്യ. ഈ 2 പോയിന്റുകളും നമ്മൾ നമ്മുടെ INCയുടെ പാർട്ടിൽ പഠിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഒന്നും കൂടി പഠിച്ചു വെക്കുക. ഹിന്ദു മഹാസഭ ഫൗണ്ട് ചെയ്ത വർഷം 1915 അവിടെ അത് തുടങ്ങിയ വ്യക്തിയുടെ പേരാണ് മദൻ മോഹൻ മാളവ്യ. ദ ഫസ്റ്റ് ഹിന്ദു മഹാ കോൺഫറൻസ് വാസ് ഓർഗനൈസ്ഡ്. ഹിന്ദു മഹാസഭയുടെ ഫസ്റ്റ് കോൺഫറൻസ് നടന്നത്. The first ഹിന്ദു മഹാസഭ കോൺഫറൻസ് വാസ് ഓർഗനൈസ്ഡ് ബൈ ഹരിദ്വാർ. 1915 ഹരിദ്വാറിലാണ് ഹിന്ദു മഹാസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. 1915 ഹരിദ്വാർ. നമുക്ക് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മദൻ മോഹൻ മാളവ്യ. ഹിന്ദു മഹാസഭയുടെ ഫൗണ്ടറായിട്ടുള്ള മദൻ മോഹൻ മാളവ്യയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ജനിച്ച വർഷം 1861 ഡിസംബർ 25. 1861 ഡിസംബർ 25 മദൻ മോഹൻ മാളവ്യ ജനിക്കുന്നത്. 1861 ഡിസംബർ 25 ഇദ്ദേഹം ജനിച്ചത് അലഹബാദിലാണ്. ജനിച്ച സ്ഥലം പഠിച്ചു വയ്ക്കുക, അലഹബാദ്. മദൻ മോഹൻ മാളവ്യ ജനിച്ച സ്ഥലം അലഹബാദ് ആണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് പണ്ഡിറ്റ് ബ്രിജ്നാഥ് എന്നായിരുന്നു മദൻ മോഹൻ മാളവ്യയുടെ പിതാവിൻ്റെ പേര്. പണ്ഡിറ്റ് ബ്രിജ്നാഥ്. എങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് മുന്നാദേവി എന്നുള്ളതാണ്. മുന്നാദേവി. അപ്പോൾ അമ്മയുടെ പേരും അച്ഛൻ്റെ പേരും ഒക്കെ നമ്മൾ അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. പണ്ഡിറ്റ് ബ്രിജ്നാഥ് എന്നും മുന്നാദേവി എന്നുമാണ് മദൻ മോഹൻ മാളവ്യയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര്. അദ്ദേഹം ജനിച്ച വർഷം എന്ന് പറഞ്ഞേ 61 ഡിസംബർ 25. സ്ഥലമോ അലഹാബാദ്. നോക്കുക, അദ്ദേഹം മരിച്ചത് 46 ഡിസംബർ 12 വാരണസിയിൽ വെച്ചിട്ടാണ്. 1946 നവംബർ 12 വാരണസിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരണമടയുന്നത്. ഡിസംബർ 25 ജനിക്കുന്നു, നവംബർ 12 മരണമടയുന്നു. 1846 വാരണസി. ക്ലിയർ ആണേ. കുഞ്ഞിപ്പോയിനുള്ള അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. അടുത്തത് നോണാസ് മഹാമാന ആൻഡ് പ്രിൻസ് ഓഫ് ബെഗേഴ്സ്. നല്ല 2 പോയിന്റുകളാണ്. മഹാമാന എന്നും ദ പ്രിൻസ് ഓഫ് ബെഗേഴ്സ്, യാചകരുടെ രാജകുമാരൻ എന്നീ വിശേഷണങ്ങളുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്നത്. നോണാസ് മഹാമാന എന്നും ദ പ്രിൻസ് ഓഫ് ബെഗേഴ്സ്, യാചകരുടെ രാജകുമാരൻ എന്നും അറിയപ്പെടുന്ന നേതാവാണ് ആരെന്ന് പറയുന്നത്? മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്നത്. 2 പോയിന്റുകൾ പഠിക്കുക. മദൻ മോഹൻ മാളവ്യ വാസ് ഗിവൺ ദ നൈം മഹാമാന. അദ്ദേഹത്തിന് ഈ മഹാമാന എന്ന പേര് കൊടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പറയുക അത് ഗാന്ധിജിയാണ്.
ഓക്കെ, അപ്പോൾ മഹാമാന എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കരണ നേതാവ് അല്ലെങ്കിൽ നവോത്ഥാന നായകൻ മദൻ മോഹൻ മാളവ്യയാണ്. അദ്ദേഹത്തിന് ആ പേര് കൊടുത്ത വ്യക്തി ഗാന്ധിജിയാണ് എന്നുകൂടി ഓർത്തു വച്ചേക്കുക. അടുത്തത് നോക്കുക, ദ ഒൺലി പേഴ്സൺ ടു ബി ദ പ്രസിഡന്റ് ഓഫ് ബോത്ത് INC ആൻഡ് ഹിന്ദു മഹാസഭ. നമ്മൾ പഠിച്ച പോയിന്റാണ്. ഹിന്ദു മഹാസഭയുടെയും INCയുടെയും പ്രസിഡന്റ് ആയിരുന്ന ഒരേ ഒരു വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. അദ്ദേഹം INC പ്രസിഡന്റ് ആകുന്നത് 1909 ലാഹോർ സമ്മേളനം. ഓക്കെ, പഠിച്ച പോയിന്റാണ്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഹി റിസൈൻഡ് ഫ്രം ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ 1999 ഇൻ ദ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ചുകൊണ്ട്, പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് റൗലറ്റ് ആക്ട് നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? റിസൈൻഡ് ഫ്രം ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് അദ്ദേഹം റിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് അദ്ദേഹം സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. വർഷം ചോദിച്ചാൽ 19 ക്ലിയർ അല്ലേ പോയിന്റുകൾ? ഇതാണെന്ന് നോക്കുക. ഹി വാസ് എ ലോയർ ഹു ആർഗ്യൂഡ് ദ കേസ് ഫോർ ദ ഇന്ത്യൻസ് ഇൻവോൾവ് ഇൻ ദ ചൗരി ചൗര ഇൻസിഡന്റ് ഇൻ 1922. 1922 ചൗരി ചൗര സംഭവം നടക്കുന്നു. ഒരു സ്റ്റേഷൻ ഒന്നാകെ ചുട്ടുകരിക്കുന്ന ഒരു സംഭവമാണ് ചൗരി ചൗര സംബന്ധമായിട്ട് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ പിൻവലിക്കുന്നതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിലായിട്ട് പിന്നെ എപ്പോഴെങ്കിലും പഠിക്കും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എന്തായാലും ഈ ചൗരി ചൗര സംഭവത്തിൽ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് വാദിച്ച വക്കീലായിരുന്നു അത് മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്നത്. ഹി വാസ് എ ലോയർ who argued the case for Indians involved in the ചൗരി ചൗര ഇൻസിഡൻറ്റ്. 1922 നടന്ന ചൗരി ചൗര ഇൻസിഡൻറ്റിൽ ആ കേസിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് വാദിച്ച ലോയർ ആയിരുന്നു മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് മദൻ മോഹൻ മാളവ്യയും ഹിന്ദു മഹാസഭയും പറ്റിയാണ്. നോക്കുക, ഇൻ 1931 ഹി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931 എന്നറിഞ്ഞിരിക്കുക. ആ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ അഡ്വൈസറായിട്ട്, ഗാന്ധിജിയുടെ ഉപദേശകനായിട്ട് പങ്കെടുത്ത വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. ഓക്കെ, 1931 നടന്ന സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജിയുടെ അഡ്വൈസറായിട്ട് പങ്കെടുത്ത വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്നത്. മദൻ മോഹൻ മാളവ്യ സൈൻഡ് പൂനെ പാക്ട് ഓൺ 1932 ഓൺ ബിഹാഫ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജിക്ക് വേണ്ടിയിട്ട് പൂനെ പാക്റ്റിൽ ഒപ്പിട്ട വ്യക്തിയാണ് 1932 മദൻ മോഹൻ മാളവ്യ. അപ്പോൾ ഇവിടെയും രണ്ട് കാര്യങ്ങൾ പഠിക്കുക. പൂനെ പാക്ട് സൈൻ ചെയ്തത് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂനെ പാക്ട് സൈൻ ചെയ്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1932 ശരിക്കും പൂനെ പാക്ട് സൈൻ ചെയ്ത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അംബേദ്കറും ഗാന്ധിജിയും തമ്മിലുള്ളൊരു ഉടമ്പടിയാണ്. അതിൽ ഗാന്ധിജിക്ക് വേണ്ടി സൈൻ ചെയ്ത വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്നത്. ശരിക്കും മഹാത്മാഗാന്ധി ഇൻവോൾവ് ആയിട്ടുള്ള അദ്ദേഹവും അംബേദ്കർ എന്ന് പറയുമ്പോൾ അടിച്ചമർത്തപ്പെട്ട വിഭാഗക്കാരുടെ പ്രതിനിധിയായിട്ട് അംബേദ്കറും ഗാന്ധിജിക്ക് വേണ്ടി നമ്മുടെ മാളവ്യയുമാണ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അംബേദ്കറും ഗാന്ധിജിയുമാണ് പൂനെ പാക്ട് സൈൻ ചെയ്തത്. സൈൻ ചെയ്ത വ്യക്തി, ഗാന്ധിജിക്ക് പകരം സൈൻ ചെയ്ത വ്യക്തി മദൻ മോഹൻ മാളവ്യയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ പൂനെ പാക്ട് ചോദിച്ചിട്ട് അംബേദ്കർ ആൻഡ് ഗാന്ധി എന്ന് തന്നാൽ അതാണ് ഉത്തരം. ഓക്കെ, മദൻ മോഹൻ മാളവ്യ എന്ന് എടുത്തു തന്നിട്ടുണ്ടെങ്കിൽ അതാണ് കാര്യം. ഗാന്ധിജിക്ക് പകരമാണ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സൈൻ ചെയ്യുന്ന വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. ഓക്കെ, നോക്കുക. ദ നാഷണൽ ലീഡർ ഹു പോപ്പുലർ ദ സ്ലോഗൻ സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്ന് പറയുന്ന ആ ഒരു സ്ലോഗനെ പോപ്പുലർ ആക്കിയ നേതാവാണ് ആരെന്ന് പറയുന്നത് മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്നത്. അപ്പോൾ സത്യമേവ ജയതേ എന്ന് പറയുന്ന സ്ലോഗനെ പോപ്പുലർ ആക്കിയ നേതാവ് നമ്മുടെ മദൻ മോഹൻ മാളവ്യയാണ്. മദൻ മോഹൻ മാളവ്യ വാസ് പോസ്റ്റ്മസ്ലി അവാർഡ് ദ ഭാരത് രത്ന ബൈ ദ ഗവൺമെൻറ് ഓഫ് 2014. 2014 പോസ്റ്റ്മസ്ലി മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നു? ഭാരതരത്ന ലഭിക്കുന്നു. അപ്പോൾ മദൻ മോഹൻ മാളവ്യയ്ക്ക് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ലഭിച്ചിട്ടുണ്ട്. ഏത് വർഷം? 2014 മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? പോയിന്റുകൾ ക്ലിയർ ആണേ? ഇതാ നോക്കുക. ദ ട്രെയിൻ സർവീസ് വാസ് ഇനാഗുറേറ്റഡ് ബൈ നരേന്ദ്രമോദി ഓൺ 2060 January 22 in honor of മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യയോടുള്ള ബഹുമാന സൂചകമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി 2016 ജനുവരി 22 പഠിച്ചു വയ്ക്കുക. വർഷം മാസം തീയതി പഠിച്ചു വയ്ക്കുക. 2016 ജനുവരി 22 ഉദ്ഘാടനം ചെയ്ത ട്രെയിനാണ് മഹാമാന്യ എക്സ്പ്രസ്. ഡൽഹി മുതൽ വാരണാസി വരെയാണ് ഈ എക്സ്പ്രസ് ഓടുന്നത്.
ഓക്കെ, അപ്പോൾ മഹാമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി മദൻ മോഹൻ മാളവിയാണ്. അപ്പോൾ മഹാമാന്യ എക്സ്പ്രസ് ആർക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് കിട്ടും. മദൻ മോഹൻ മാളവിയോടുള്ള ബഹുമാന സൂചകമായിട്ട് ഉദ്ഘാടനം ചെയ്തത് വർഷം ഓർക്കുമ്പോൾ നമുക്കറിയാം ഉദ്ഘാടനം ചെയ്തത് ആരായിരിക്കും? നരേന്ദ്രമോദി ആയിരിക്കും. വർഷം പഠിച്ചു വെച്ചാൽ ഉദ്ഘാടനം ചെയ്ത വ്യക്തിയെ കിട്ടും. ഓക്കെ, 2016 ജനുവരി 22 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഓടുന്നത് ഡൽഹി മുതൽ വാരണസി വരെയാണ്. മദൻ മോഹൻ മാളവ്യ INC പ്രസിഡന്റ്, അദ്ദേഹം INC പ്രസിഡന്റ് ആയിട്ടുള്ള കോൺഫറൻസ് നടന്നിരിക്കുന്നത്. ഒന്ന് 1909 ലാഹോർ സമ്മേളനം, 1918 ഡൽഹി സമ്മേളനം. ഈ രണ്ട് സമ്മേളനത്തിലും INCയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്നത്. ഓക്കെ, 1909 ലാഹോർ സെക്ഷൻ, 1918 ഡൽഹി സെക്ഷൻ, ഈ രണ്ട് സെക്ഷനിലും INCയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി മദൻ മോഹൻ മാളവ്യയാണ്. നോക്കുക, ദ മാളവ്യ ബ്രിഡ്ജ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വാരണസി അക്രോസ് ദ ഗംഗാ റിവർ. വാരണസിയിലെ ഗംഗാ നദിക്ക് കുറുകെയുള്ളൊരു പാലത്തിൻ്റെ പേരാണ് മാളവ്യ ബ്രിഡ്ജ്. ഓക്കെ, ദ മാളവ്യ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എവിടെയാണ്? വാരണസിയിൽ ഗംഗാ നദിക്ക് കുറുകെയാണ് മാളവ്യ ബ്രിഡ്ജ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ കെട്ടിവെച്ചിരിക്കുന്നത്. മാളവ്യാസ് ഐലൻഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഗംഗാ റിവർ. മാളവ്യ ഐലൻഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗംഗാ റിവറിലാണ്. മാളവ്യ ദ്വീപ് ഗംഗാ റിവറിലാണ്. ഓക്കെ, മാളവ്യ ബ്രിഡ്ജ് ഗംഗാ റിവറിന് കുറുകെ വാരണസിയിലാണ്. മാളവ്യ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദിയിലാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. പോയിന്റുകളൊക്കെ ഈസി ആയിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കും. ഒരു തവണ കൂടി ക്ലാസ് ഒന്നും കൂടി ഒന്ന് കേട്ട് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ നോട്ടുകൾ ഒന്നും കൂടി ഒക്കെ വായിച്ച് നോക്കുമ്പോൾ മനസ്സിൽ തറവാകുന്ന പോയിന്റുകളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിൾ പോയിന്റുകളാണ്. ഓക്കെ, നോക്കുക. ബനാറസ് സെൻട്രൽ ഹിന്ദു കോളേജ് ഫൗണ്ടഡ് ബൈ ആനി ബെസന്റ് വാസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബനാറസ് ഹിന്ദു കോളേജ് ഫൗണ്ട് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് ആനി ബെസന്റ് ആണ്. ഓക്കെ, ഈ ബനാറസ് ഹിന്ദു കോളേജ് ഫൗണ്ട് ചെയ്ത ആരെന്ന് ചോദിച്ചാൽ ആനി ബെസന്റ് ആണ്. അതിനെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആക്കി മാറ്റിയ വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. ഓക്കെ, ആനി ബെസന്റ് ബനാറസ് സെൻട്രൽ ഹിന്ദു കോളേജ് ഫൗണ്ട് ചെയ്യുന്നു. അതിനെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആക്കി മാറ്റുന്ന വ്യക്തി മദൻ മോഹൻ മാളവ്യയാണ്. മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ജയ്പൂരിലാണ്. മദൻ മോഹൻ മാളവ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MNIT സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലാണ്. ജയ്പൂർ. മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലാണ്. എങ്കിൽ മദൻ മോഹൻ മാളവ്യ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗോരഖ്പൂരിലാണ്. ഗോരഖ്പൂർ UP-ലാണ്. ഓക്കെ, മദൻ മോഹൻ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ജയ്പൂരിലാണ്. മാളവ്യ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഗോരഖ്പൂരിലാണ്. മാളവ്യ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഗോരഖ്പൂരിലാണ്. ഓക്കെയാണ്, ക്ലിയർ ആണ്. മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ജയ്പൂർ, മാളവ്യ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഗോരഖ്പൂർ. ഓക്കെ. ഹിന്ദി വീക്ക്ലി സ്റ്റാർട്ടഡ് ബൈ മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ തുടങ്ങിയ ഒരു ഹിന്ദി മാസികയാണ്, ഒരു വീക്ക്ലിയാണെന്ന് പറയുന്നത് അഭ്യുദയ 1907. ഓക്കെ, അഭ്യുദയ എ ഹിന്ദി വീക്ക്ലി ന്യൂസ് വീക്ക്ലി സ്റ്റാർട്ടഡ് ബൈ മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ തുടങ്ങിയ ഒരു വീക്ക്ലി പ്രസിദ്ധീകരണമാണ് അഭ്യുദയ എന്ന് പറയുന്നത്. തുടങ്ങിയ വർഷം 1909 ക്ലിയർ അല്ലേ? പറഞ്ഞ പോയിന്റുകൾ ക്ലിയർ ആണോ? ഈ സ്ലൈഡിലുള്ള പോയിന്റുകളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, നോക്കുക. ദ ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബൈ മദൻ മോഹൻ മാളവ്യ. ഇദ്ദേഹം തുടങ്ങിയ പത്രത്തിൻ്റെ പേരാണ് ലീഡർ. ഇത് തുടങ്ങിയത് 1909. അപ്പോൾ ഇദ്ദേഹം തുടങ്ങിയ ഒരു വീക്ക്ലിയാണ് അഭ്യുദയ തുടങ്ങുന്നത് 1907. മദൻ മോഹൻ മാളവ്യ തുടങ്ങുന്ന പത്രമാണ് ദ ലീഡർ. അത് തുടങ്ങുന്നത് 1909 എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ ആണേ? നോക്കുക. ദ ഹിന്ദി ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ബൈ മദൻ മോഹൻ മാളവ്യ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ലീഡർ എന്ന് പറയുന്ന അദ്ദേഹം തുടങ്ങിയ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തുടങ്ങിയ ഹിന്ദി ന്യൂസ് പേപ്പറിൻ്റെ പേരാണ് മര്യാദ. 1910 മര്യാദ എന്ന് പറയുന്ന ഹിന്ദി ന്യൂസ് പേപ്പർ തുടങ്ങുന്നു. അപ്പം മൂന്നും കൂടി കണക്ട് ചെയ്ത് പഠിക്കാം. 1907 അഭ്യുദയ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ, 1909 മദൻ മോഹൻ മാളവ്യ തുടങ്ങുന്ന ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ് ലീഡർ. അഭ്യുദയ ന്യൂസ് പേപ്പർ അല്ല, അതൊരു വീക്ക്ലിയാണ്, ഒരു പ്രസിദ്ധീകരണമാണ്. ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ലീഡറും അതുപോലെ ഹിന്ദി ന്യൂസ് പേപ്പർ മര്യാദ തുടങ്ങുന്നത് 1910. ഓക്കെ, ദ ന്യൂസ് പേപ്പർ എഡിറ്റഡ് ബൈ മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ തുടങ്ങിയ ന്യൂസ് പേപ്പറുകളാണ് കുറച്ച് മുമ്പ് പഠിച്ചത്. എങ്കിൽ അദ്ദേഹം എഡിറ്ററായിരുന്ന ന്യൂസ് പേപ്പറാണ് ഒന്ന് ഇന്ത്യൻ യൂണിയൻ, ഹിന്ദുസ്ഥാൻ, ഇന്ത്യൻ ഒപ്പീനിയൻ. ഒക്കെ തുടങ്ങിയത് ആരാണെന്ന് നമുക്കറിയാം. ഈ തുടങ്ങിയ എല്ലാ പത്രങ്ങളുടെയും എഡിറ്ററായിരുന്ന വ്യക്തി
മദൻ മോഹൻ മാളവ്യയാണ്. ഓക്കെ, ഇന്ത്യൻ യൂണിയൻ, ഹിന്ദുസ്ഥാൻ, ഇന്ത്യൻ ഒപ്പീനിയൻ തുടങ്ങിയവയുടെയൊക്കെ എഡിറ്റർ ആയിരുന്ന വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം തുടങ്ങിയ പത്രങ്ങളും മര്യാദ, അതുപോലെ ഏതാ നമ്മളിപ്പോൾ പഠിച്ച ഏതാണ് ദ ലീഡർ, അദ്ദേഹം തുടങ്ങിയ മാസികയുടെ പേര് അഭ്യുദയ. അദ്ദേഹം എഡിറ്റർ ആയിരുന്ന പത്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പറയുക ഇന്ത്യൻ യൂണിയൻ, ഹിന്ദുസ്ഥാൻ, ഇന്ത്യൻ ഒപ്പീനിയൻ. ഓക്കെ, നോക്കുക. ദ ന്യൂസ് പേപ്പർ ഫോർ വിച്ച് മദൻ മോഹൻ മാളവ്യ ഹെൽഡ് ദ പൊസിഷൻ ഓഫ് ചെയർമാൻ ഫ്രം 1924 to 1946. 1924 മുതൽ 26 വരെ മദൻ മോഹൻ മാളവ്യ ചെയർമാൻ ആയിരുന്ന പത്രത്തിൻ്റെ പേരാണ് ഹിന്ദുസ്ഥാൻ ടൈംസ്. ഓക്കെ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പത്രങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അദ്ദേഹം ചെയർമാൻ ആയിരുന്ന പത്രം 24 മുതൽ 46 വരെ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. ദ ഹിന്ദി എഡിഷൻ ഓഫ് ഹിന്ദുസ്ഥാൻ ടൈംസ് ലോഞ്ച്ഡ് ഇൻ 1932 ബൈ മദൻ മോഹൻ മാളവ്യ. ഈ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഹിന്ദി എഡിഷൻ, ദ ഹിന്ദി എഡിഷൻ ഓഫ് ഹിന്ദുസ്ഥാൻ ടൈംസ്, അത് 1938 ലോഞ്ച് ചെയ്ത വ്യക്തിയുമാര് തന്നെയാണ് മദൻ മോഹൻ മാളവ്യ തന്നെയാണ്. ആ ഹിന്ദി എഡിഷൻ്റെ പേരാണ് ഹിന്ദുസ്ഥാൻ ഡെയിലി. ഹിന്ദുസ്ഥാൻ ടൈംസിന് പകരം ഹിന്ദുസ്ഥാൻ ഡെയിലി. അപ്പോൾ എന്താണ് ഹിന്ദുസ്ഥാൻ ഡെയിലി എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഹിന്ദി എഡിഷനാണ് ഹിന്ദുസ്ഥാൻ ഡെയിലി. ഇത് തുടങ്ങിയത് മദൻ മോഹൻ മാളവ്യയാണ്. വർഷം 38 1938. ഓക്കെ അല്ലേ? ഓക്കെ ആണേ? ക്ലിയർ അല്ലേ? ദാ നോക്കുക, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു പൂനെ സാർവജനിക് സഭ. അപ്പോൾ നമ്മൾ മദൻ മോഹൻ മാളവ്യയും ഹിന്ദു മഹാസഭയും പഠിച്ചു കഴിഞ്ഞു. അടുത്ത സംഘടനയിലേക്ക് പോവുകയാണ്. പൂനെ സാർവജനിക് സഭ തുടങ്ങിയ വർഷം 1870. പൂനെ സാർവജനിക് സഭ. അപ്പോൾ പൂനെ സാർവജനിക് സഭ തുടങ്ങുന്നത് 1870. ഇതിൻ്റെ ഫൗണ്ടറിൻ്റെ പേര് മഹാദേവ ഗോവിന്ദ റാനഡെ, MG റാനഡെ. നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പഠിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് മഹാദേവ ഗോവിന്ദ റാനഡെ. ഇദ്ദേഹം അറിയപ്പെടുന്ന വിശേഷണങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കി. എവിടത്തെ റിനൈസൻസ് ലീഡർ എന്നറിയപ്പെടും അദ്ദേഹം. ഓക്കെ, നോക്കുക. ഇദ്ദേഹം ഇത് തുടങ്ങുന്നത് 1970 ഏപ്രിൽ 2 പൂനെ സാർവജനിക സഭ തുടങ്ങുന്നത് 1870 ഏപ്രിൽ 2. ഇതിൻ്റെ മറ്റൊരു പേരാണ് പൂനെ പബ്ലിക് സൊസൈറ്റി. പൂനെ പബ്ലിക് സൊസൈറ്റി, അനദർ നെയിം ഓഫ് പൂനെ സാർവജനിക് സഭ. പൂനെ സാർവജനിക് സഭയുടെ മറ്റൊരു പേരാണ് പൂനെ പബ്ലിക് സൊസൈറ്റി. തുടങ്ങുന്നത് 1870 ഏപ്രിൽ 2 തുടങ്ങിയ വ്യക്തിയുടെ പേര് MG റാനഡെ, മഹാദേവ ഗോവിന്ദ റാനഡെ. പ്രോമിനന്റ് മെമ്പർ ഓഫ് പൂനെ സാർവജനിക് സഭ വെയർ. ഇതിൻ്റെ മറ്റു ചില മെമ്പേഴ്സിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഇത് തുടങ്ങിയ കുറച്ച് വ്യക്തികളുടെ പേരാണ്. മെയിനായിട്ട് തുടങ്ങുന്നത് MG റാനഡെ തന്നെയാണ്. ഇദ്ദേഹം അല്ലാതെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ് ബാലഗംഗാധര തിലകനുണ്ട്, ഗോപാൽ ഹരി ദേശ്മുഖ് ഉണ്ട്, അതുപോലെ ഗണേഷ് വാസുദേവ് ജോഷി. ഈ 3 ആളുകളുടെ പേരും കൂടെ പഠിച്ചു വയ്ക്കുക. പൂനെ സാർവജനിക സഭയുമായി ബന്ധപ്പെട്ട മറ്റു നേതാക്കന്മാരാണ് ബാലഗംഗാധര തിലകൻ, ഗോപാൽ ഹരി ദേശ്മുഖ് ആൻഡ് ഗണേഷ് വാസുദേവ് ജോഷി. അപ്പോൾ 1870 ഏപ്രിൽ 2 മഹാദേവ ഗോവിന്ദ റാനഡെ തുടങ്ങുന്ന സംഘടനയാണ് പൂനെ സാർവജനിക് സഭ അല്ലെങ്കിൽ പൂനെ പബ്ലിക് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു നേതാക്കന്മാരാണ് ബാലഗംഗാധര തിലകൻ, ഗോപാൽ ഹരി ദേശ്മുഖ്, ഗണേഷ് വാസുദേവ് ജോഷി. അങ്ങനെയാണെങ്കിൽ ഗോപാൽ ഹരി ദേശ്മുഖ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലോകഹിതവാദി. ലോകഹിതവാദി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഗോപാൽ ഹരി ദേശ്മുഖ്. പഠിച്ചു വയ്ക്കുക. ലോകഹിതവാദി എന്നറിയപ്പെടുന്ന നേതാവാര്, ദേശീയ നേതാവാരെന്ന് ചോദിച്ചാൽ അത് ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. ദ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ഓഫ് പൂനെ സാർവജനിക് സഭ. പൂനെ സാർവജനിക് സഭയുടെ ആദ്യത്തെ ഫീമെയിൽ പ്രസിഡന്റിന്റെ പേരാണ് മീര പവാങ്കി. മീര പവാങ്കി ആരാണെന്ന് ചോദിച്ചാൽ ഫീമെയിൽ പ്രസിഡന്റ് ഓഫ് പൂനെ സാർവജനിക് സഭ. പൂനെ സാർവജനിക് സഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് മീര പവാങ്കി. ഓക്കെ, മീര പവാങ്കി. കുറച്ച് പോയിന്റുകളേ ഉള്ളൂ. മീര പവാങ്കി ആരാണെന്നറിയാം. ലോകഹിതവാദി എന്നറിയപ്പെടുന്ന നേതാവ് ആരാണെന്നറിയാം. ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. ഈ ഗോപാൽ ഹരി ദേശ്മുഖ് നമ്മുടെ പൂനെ സാർവജനിക സഭയുമായി ബന്ധപ്പെട്ട നേതാവാണ്. അതുമായി ബന്ധപ്പെട്ട മറ്റ് നേതാക്കളുടെ പേര് പറഞ്ഞേ എന്നൊക്കെയാണ് പറയുന്നത്. ബാലഗംഗാധര തിലകനും ഗണേഷ് കുമാർ ജോഷി തുടങ്ങിയത് MG റാനഡെ അല്ലെങ്കിൽ മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നു മഹാദേവ ഗോവിന്ദ റാനഡയെ പറ്റി.
മഹാദേവ ഗോവിന്ദ റാനഡെ അല്ലെങ്കിൽ MG റാനഡെ. ഇദ്ദേഹം ജനിച്ച വർഷം 1842 ജനുവരി 18-നാണ്. ആര് ജനിക്കുന്നത്? മഹാദേവ ഗോവിന്ദ റാനഡെ ജനിക്കുന്നത്. മഹാരാഷ്ട്രയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം മരിക്കുന്നത് 1901 ജനുവരി 16-നാണ് മരിക്കുന്നത്. 1842 ജനുവരി 18-ന് ജനിക്കുന്നു, ജനുവരി 16-ന് മരണമടയുന്നു 1901. ഓക്കെ, ഹീസ് നോൺ ഓഫ് ദ ഫാദർ ഓഫ് വെസ്റ്റേൺ ഇന്ത്യൻ റിനൈസൻസ്. നമ്മൾ പഠിച്ച പോയിന്റാണ് ഫാദർ ഓഫ് വെസ്റ്റേൺ ഇന്ത്യൻ റിനൈസൻസ് എന്നറിയപ്പെടുന്നത് ആരാണ്? MG റാനഡെ അല്ലെങ്കിൽ മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. എന്തെന്നറിയപ്പെടുവിടെ? ഫാദർ ഓഫ് വെസ്റ്റേൺ ഇന്ത്യൻ റിനൈസൻസ്. പഠിച്ച പോയിന്റാണ്. നോൺ ആസ് സോക്രട്ടീസ് ഓഫ് വെസ്റ്റേൺ ഇന്ത്യ. വെസ്റ്റേൺ ഇന്ത്യയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്? നമ്മുടെ MG റാനഡെ തന്നെയാണ്. സോക്രട്ടീസ് ഓഫ് വെസ്റ്റേൺ ഇന്ത്യ, വെസ്റ്റേൺ ഇന്ത്യയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന വ്യക്തി MG റാനഡെയാണ്. അപ്പോൾ ഫാദർ ഓഫ് വെസ്റ്റേൺ ഇന്ത്യൻ റിനൈസൻസ് എന്നും സോക്രട്ടീസ് ഓഫ് വെസ്റ്റേൺ ഇന്ത്യ എന്നും അറിയപ്പെടുന്ന വ്യക്തി MG റാനഡെയാണ്. MG റാനഡെ വാസ് ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു MG റാനഡെ. ഓക്കെ, അപ്പോൾ MG റാനഡെ വാസ് ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് ഗോപാലകൃഷ്ണ ഗോഖലെ. തിരിച്ചു പഠിക്കരുത്, MG റാനയുടെ പൊളിറ്റിക്കൽ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് എന്നല്ല, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഗുരു ആണ് MG റാനഡെ, അല്ലെങ്കിൽ ആയിരുന്ന വ്യക്തിയാണ് മഹാദേവ ഗോവിന്ദ റാനഡെ എന്ന് പറയുന്നത്. ഹീ ഈസ് ദ ഫൗണ്ടർ ഓഫ് പൂനെ സാർവജനിക് സഭ ആൻഡ് അഹമ്മദിയർ എഡ്യൂക്കേഷൻ സൊസൈറ്റി. പൂനെ സാർവജനിക സഭ നമ്മൾ പഠിച്ചു. കൂടാതെ അഹമ്മദർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെയും സ്ഥാപകനായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? MG റാനഡെ എന്ന് പറയുന്നത്. നോക്കുക, ദ സൊസൈറ്റി വാസ് ഫോംഡ് ബൈ MG റാനഡെ ആൻഡ് ആത്മാറാം പാണ്ഡുരംഗ്. MG റാനഡെയും ആത്മാറാം പാണ്ഡുരംഗും ചേർന്ന് രൂപീകരിച്ച സംഘടന. ആത്മാറാം പാണ്ഡുരംഗ് രൂപീകരിച്ച സംഘടന നമ്മൾ പഠിച്ചല്ലോ. ആത്മാവിൽ തൊട്ട് നമ്മൾ എന്ത് ചെയ്യോടെ? പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥനാ സമാജം, ഈ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വ്യക്തി ആത്മാറാം പാണ്ഡുരംഗാണ്. അതിനകത്ത് MG റാനഡെയുടെ കോൺട്രിബ്യൂഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് തുടങ്ങിയ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനാ സമാജമാണ്. ദ സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ബൈ MG റാനഡെ ആൻഡ് ആത്മാറാം പാണ്ഡുരംഗ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് MG റാനഡെ ഇല്ല, ആത്മാറാം പാണ്ഡുരംഗ് ആണെന്നുണ്ടെങ്കിൽ അതാണ് ഉത്തരം എഴുതേണ്ടത്. MG റാനഡെ ആൻഡ് ആത്മാറാം പാണ്ഡുരംഗ് എന്ന് പറയുകയാണെങ്കിൽ രണ്ടുപേരും ശരിയായിട്ട് വരും. ഓക്കെ, ആത്മാറാം പാണ്ഡുരംഗ് ഇല്ല, MG റാനഡെ മാത്രം തന്നിരുന്നാൽ MG റാനഡെ എഴുതാം. ഓക്കെ, നോക്കുക, ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്, MG റാനഡെ പ്രധാനപ്പെട്ട കൃതികളാണ് ദ റൈസ് ഓഫ് മറാത്ത പവർ. മറാത്ത ശക്തിയുടെ ഉദയം എന്ന് പറയുന്ന കൃതി നമ്മുടെ MG റാനഡെയുടെ കൃതിയാണ്. ദ റൈസ് ഓഫ് മറാത്ത പവർ, മറാത്ത ശക്തിയുടെ ഉദയം. എസ്സൈസ് ഓൺ ഇന്ത്യൻ എക്കണോമീസ്, എസൈസ് ഓൺ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന കൃതി എഴുതിയ വ്യക്തിയും ആര് തന്നെയാണ്? MG റാനഡെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കൃതികളാണ് MG റാനഡെ പഠിച്ചു വെക്കേണ്ടത്. ദ റൈസ് ഓഫ് മറാത്ത പവറും എസൈസ് ഓൺ ഇന്ത്യൻ എക്കണോമിക്സും MG റാനഡെ അല്ലെങ്കിൽ മഹാദേവ ഗോവിന്ദ റാനഡെയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. എവരി പേഴ്സൺ ഹു ഹാസ് ലേൺഡ് ഷുഡ് ടീച്ച് സമൺ ഹു ഹാസ് നോട്ട് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ഡു സോ. വിദ്യാഭ്യാസം നേടിയ എല്ലാ ആളുകളും അതിന് അവസരം ലഭിക്കാത്ത ഒരാളെയെങ്കിലും പഠിപ്പിക്കണം എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? MG റാനഡെ. എവരി പേഴ്സൺ ഹു ഹാസ് ലേൺഡ് ഷുഡ് ടീച്ച് സമ്മൺ ഹു ഹാസ് നോട്ട് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ഡു സോ. അപ്പോൾ വിദ്യാഭ്യാസം നേടിയ എല്ലാ ആളുകളും അതിന് അവസരം ലഭിക്കാത്ത ആരെയെങ്കിലും ഒക്കെ പഠിപ്പിക്കണം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് MG റാനഡെ എന്ന് പറയുന്നത്. ഓക്കെയാണേ. നോക്കുക, അടുത്തത് ഹിതകാരിണി സമാജം. അടുത്തൊരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ഹിതകാരിണി സമാജം. അത് സ്ഥാപിതമായത് 1906 ഹിതകാരിണി സമാജം സ്ഥാപിച്ച വ്യക്തിയുടെ പേര് വീരേശലിംഗം പന്തലു എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള മേഖലയാണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ച വ്യക്തി വീരേശലിംഗം പന്തലുവാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. ഇത് തുടങ്ങിയ വർഷം നമ്മൾ പഠിച്ചു 1906. ഇത് തുടങ്ങിയ സ്ഥലം ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ 1906 വീരേശലിംഗം പന്തലു ആന്ധ്രാപ്രദേശിൽ തുടങ്ങുന്ന സംഘടനയാണ് ഹിതകാരിണി സമാജം എന്ന് പറയുന്നത്.
ഹിതകാരണി സമാജത്തിന്റെ ആക്റ്റീവ് സെന്റർ എന്ന് പറയുന്നത് അത് രാജമുദ്രിയാണ്, ആന്ധ്രയിലാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് തുടങ്ങിയതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല അല്ലെങ്കിൽ പ്രധാന ആക്ടിവിറ്റി സെന്റർ എന്ന് പറയുന്നത് രാജമുദ്രി ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ രാജമുദ്രിയാണ്. ഹിതകാരണി സമാജം ഈസ് ആൻ ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ബൈ വീരേശലിംഗം പന്തലു ടു സ്പ്രെഡ് സോഷ്യൽ റിഫോംസ്. ഈ സാമൂഹിക പരിഷ്കരണം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സംഘടനയാണ് ഹിതകാരണി സമാജം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ആക്റ്റീവ് സെൻറ്റർ മറന്നു പോകരുത്, എവിടെയാണ്? രാജമുദ്രി, ആന്ധ്രയിലെ രാജമുദ്രിയാണ്. 1906 തുടങ്ങുന്നത്. ഓക്കെ, അടുത്ത് നമ്മളത് പഠിക്കാൻ പോകുന്നു വീരേശലിംഗം പന്തലുവിനെ പറ്റിയാണ്. ഇദ്ദേഹം ജനിച്ച വർഷം 1748 ഏപ്രിൽ 16-നാണ്. 1748 ഏപ്രിൽ 16-നാണ്. ഇദ്ദേഹം ജനിച്ച സ്ഥലം ഇവിടെ തന്നെയാണ്. നമ്മുടെ ഹിതകാരണി സമാജത്തിൻ്റെ ആക്റ്റീവ് സെൻ്ററായിട്ടുള്ള രാജമുദ്രയിലാണ് വീരേശലിംഗം പന്തലു ജനിക്കുന്നത്. ഓക്കെ, ഇദ്ദേഹം മരിച്ചത് 1919 മെയ് 27-നാണ്. 1919 മെയ് 27. അപ്പോൾ ജനിച്ച വർഷം 48 ഏപ്രിൽ 16, മരിച്ച വർഷം 19 മെയ് 27, ജനിച്ച സ്ഥലം രാജമുദ്രി. ഓക്കെ, സോഷ്യൽ റിഫോമർ ഹു ക്യാമ്പയിൻഡ് ഫോർ വിഡോസ് റീമാരേജ് ആൻഡ് വുമൻസ് എഡ്യൂക്കേഷൻ. സ്ത്രീകളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ നടത്തിയ വ്യക്തിയാണ് വീരേശലിംഗം പന്തലു എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ സോഷ്യൽ റിഫോമർ ഹു ക്യാമ്പയിൻഡ് ഫോർ വിഡോസ് റീമാരേജ് ആൻഡ് വുമൻസ് എഡ്യൂക്കേഷൻ. വുമൻസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള ക്യാമ്പയിൻ നടത്തിയ വ്യക്തിയാണ് വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലു വാസ് ദാറ്റ് ഓൺ ഹു സ്റ്റാർട്ടഡ് റെനൈസൻസ് ഇൻ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനങ്ങൾ തുടങ്ങിയ വ്യക്തിയാണ് വീരേശലിംഗം പന്തലു. നവോത്ഥാന പ്രവർത്തനങ്ങൾ ആന്ധ്രാപ്രദേശിൽ നടത്തിയ വ്യക്തിയാണ് നമ്മുടെ വീരേശലിംഗം പന്തലു എന്ന് പറയുന്നത്. ഹി ഈസ് നോൺ ആസ് ദ രാജാ റാം മോഹൻ റോയ് ഓഫ് ആന്ധ്ര. അതുകൊണ്ട് തന്നെ ആന്ധ്രയുടെ രാജാ റാം മോഹൻ റോയ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വീരേശലിംഗം പന്തലു. നമ്മുടെ ഇന്ത്യയിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായും തുടക്കം കുറിച്ച വ്യക്തി രാജാ റാം മോഹൻ റോയ് ആണ്. ആന്ധ്രാപ്രദേശിൽ ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾ തുടങ്ങിയ വ്യക്തി വീരേശലിംഗം പന്തലുവാണ്. അതുകൊണ്ട് ആന്ധ്രയുടെ രാജാ റാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് വീരേശലിംഗം പന്തലുവിനെയാണ്. ഓക്കെ, ഹി ഈസ് ആൾസോ നോൺ ആസ് ഫാദർ ഓഫ് ആന്ധ്ര റെനൈസൻസ്. അതിന് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പഠിച്ചില്ല എങ്കിൽ നമുക്ക് കിട്ടും. ആന്ധ്രയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി വീരേശലിംഗം പന്തലു ആണ്. വെസ്റ്റേൺ ഇന്ത്യയുടെ റിനൈസൻസ് ഹീറോ ആരാണെങ്കിൽ ഫാദർ ഓഫ് റിനൈസൻസ് വെസ്റ്റേൺ ഇന്ത്യ ആരാണ്? അത് MG റാനഡയാണ്. ഓക്കെ, ആന്ധ്ര റിനൈസൻസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് വീരേശലിംഗം പന്തലു ആണ്. ദ മാഗസിൻ വിവേകവർദ്ധിനി വാസ് സ്റ്റാർട്ടഡ് ഇൻ 1874. 1874 തുടങ്ങുന്ന ഒരു മാസികയാണ് വിവേകവർദ്ധിനി എന്ന് പറയുന്നത്. തുടങ്ങിയത് വീരേശലിംഗം പന്തലുവാണ്. വിവേകവർദ്ധിനി. ഓക്കെ, ദ ഫസ്റ്റ് നോവൽ ഇൻ തെലുങ്ക് ലിറ്ററേച്ചർ. തെലുങ്ക് ലിറ്ററേച്ചറിലെ ആദ്യത്തെ നോവലായ രാജശേഖര ചരിതം അത് എഴുതിയ വ്യക്തി വീരേശലിംഗം പന്തലുവാണ്. അപ്പോൾ തെലുങ്ക് സാഹിത്യത്തിലെ ആദ്യ നോവലാണ് രാജശേഖര ചരിതം. അത് എഴുതിയ വ്യക്തി വീരേശലിംഗം പന്തലുവാണ്. വിവേകവർദ്ധിനി അദ്ദേഹം തുടങ്ങിയ ഒരു മാസികയാണ് വിവേകവർദ്ധിനി എന്ന് പറയുന്നത്. 1874 വിവേകവർദ്ധിനി എന്ന് പറയുന്ന മാസിക സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സതിഹിത ബോധിനി ഈസ് ആൻ മാഗസിൻ ഫോർ വുമൺ സ്റ്റാർട്ടഡ് ബൈ വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലു സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു മാസികയാണ് സതിഹിത ബോധിനി. അത് തുടങ്ങിയ വ്യക്തിമാര് തന്നെയാണ് വീരേശലിംഗം പന്തലു. അപ്പോൾ ഈ സഹിത ബോധിനിയും വിവേകവർദ്ധിനിയും നമ്മുടെ വീരേശലിംഗം പന്തലുവുമായിട്ട് ബന്ധപ്പെട്ട മാസികകളാണ്. അതിൽ സതിഹിത ബോധിനി എന്ന് പറയുന്നത് വീരേശലിംഗം പന്തലു സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു മാഗസിനാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോക്കുക, സോഷ്യൽ റിഫോമർ ഹു സെറ്റ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആർ ദ ഏജന്റ് ഓഫ് ചേഞ്ച്. വിദ്യാഭ്യാസം നേടിയ ആളുകൾ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് വീരേശലിംഗം പന്തലു. അപ്പോൾ ഇദ്ദേഹമാണ് എന്നു പറയുന്നത് എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് ആർ ദ ഏജൻസ് ഓഫ് ചേഞ്ച്. വിദ്യാഭ്യാസം നേടിയവർ, വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞ വ്യക്തിയാണ് വീരേശലിംഗം പന്തലു. ഓക്കെ ആണേ? ഓക്കെ, അദ്ദേഹത്തിൻ്റെ 2 പബ്ലിക്കേഷൻസ് ആണ്. ഒന്ന് നമ്മൾ പഠിച്ചതാണ്. ഒന്ന് ഹാസ്യവർദ്ധിനി എന്ന് പറയുന്നത് വീരേശലിംഗം പന്തലുവിൻ്റെ ഒരു പബ്ലിക്കേഷനാണ്. ബാക്കി 2 നമ്മൾ പഠിച്ചു. സതിഹിത ബോധിനിയുമുണ്ട്, വിവേകവർദ്ധിനിയുമുണ്ട്. ഓക്കെ, സതിഹിത ബോധിനി, വിവേകവർദ്ധിനി. ഓക്കെ ആണേ? ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയുമാണ് വീരേശലിംഗം പന്തലുവും ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്ത് നോക്കുന്നത്
നമുക്കൊരു സ്ലൈഡ് തന്നിട്ടുണ്ട്. നമ്മുടെ SCERT പുസ്തകത്തിനകത്തുള്ളൊരു സ്ലൈഡാണ്. ചില പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ ഫൗണ്ടേഴ്സുമാണ് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട മെജോറിറ്റി എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ ആദ്യത്തേത് ആത്മാറാം പാണ്ഡുരംഗ് തുടങ്ങിയ സംഘടനയാണ് പ്രാർത്ഥനാ സമാജം. നിങ്ങൾക്കൊക്കെ അറിയാം. ഓക്കെ, നമ്മൾ പഠിച്ചത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വ്യക്തി ആത്മാറാം പാണ്ഡുരംഗ്. ഞാൻ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ആത്മാവിൽ തൊട്ട് പ്രാർത്ഥിക്കും അല്ലേ? അപ്പോൾ പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. കുറച്ച് മുമ്പ് ഒരു പോയിന്റ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇതിൽ ആര്യമുണ്ട്. MG റാനഡയും പ്രാർത്ഥനാ സമാജവുമായിട്ട് ബന്ധപ്പെട്ട നേതാവാണ്. ആര്യ സമാജം നിങ്ങൾ എല്ലാവരും പറയും. ആരാ ആര്യ സമാജം? ദയാനന്ദ സരസ്വതി. അവിടെ നിന്ന് നമ്മൾ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. ദയാനന്ദ സരസ്വതി. അലിഘട്ട് മൂവ്മെന്റ് ആരാടെ? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അലിഘട്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത്. തിയോസഫിക്കൽ സൊസൈറ്റി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് തുടങ്ങിയ വ്യക്തികൾ തുടങ്ങുന്നതിൽ ആനി ബെസന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ല, ആനി ബെസന്റ് അല്ല തുടങ്ങുന്നത്. മാഡം ബ്ലാവിറ്റ്സ്കിയും കോണൽ ഓൾക്കോട്ടും കൂടിയാണ് തിയോസഫിക്കൽ സൊസൈറ്റി തുടങ്ങുന്നത്. ഓക്കെ, തിയോസഫിക്കൽ സൊസൈറ്റി തുടങ്ങുന്നത് മാഡം ബ്ലാവിറ്റ്സ്കിയും കോണൽ ഓൾക്കോട്ടും കൂടെ ചേർന്നിട്ടാണ്. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിന് പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആനി ബെസന്റ് എന്ന് പറയുന്നത്. അടുത്തത് രാമകൃഷ്ണ മിഷൻ. പറയൂ, ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ഓക്കെ, ഹിതകാരിണി സമാജം. എന്താ തൊട്ട് മുമ്പ് പഠിച്ചു? ഹിതകാരിണി സമാജം. ആരാടെ ഹിതകാരിണി സമാജം? ആരാ ഹിതകാരിണി സമാജം തുടങ്ങിയത്? വീരേശലിംഗം പന്തലുവാണ്. അടുത്തത് നമ്മൾ പഠിച്ചിട്ടില്ല, ശ്രദ്ധിച്ച് പഠിക്കുക, അത് ഓർമ്മിച്ച് വെച്ചേക്കുക. സ്വാഭിമാന പ്രസ്ഥാനം. അഭിമാന പ്രസ്ഥാനം എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് EV രാമസ്വാമി നായിക്കർ. ഓക്കെ, നോക്കുക. സ്വാഭിമാന പ്രസ്ഥാനം എന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ EV രാമസ്വാമി നായിക്കരുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ട് വന്ന ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സ്വാഭിമാന പ്രസ്ഥാനം. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി EV രാമസ്വാമി നായിക്കരാണ്. അടുത്തത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അതാണ് SNDP എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, SNDPയുടെ സ്ഥാപകൻ ആരാണെന്ന് നമുക്കൊക്കെ അറിയാം. ആരാടെ? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഈ SNDP നമ്മൾ കേരള റെനൈസൻസ് പഠിക്കുന്ന സമയത്ത് വിശദമായിട്ട് പഠിക്കും. ഒരുപാട് പോയിന്റുകളുള്ള ഒരു മേഖലയാണ് SNDPയും ശ്രീനാരായണ ഗുരുവും ഒക്കെ. ഓക്കെ, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മുടെ കേരള ചരിത്രത്തിൽ കേരള റെനൈസൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങളത് പഠിക്കും. അടുത്തത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. ഈ SNDPയുടെ ഫുൾ ഫോം സാധുജന പരിപാലന സംഘം എന്ന് തെറ്റായി മനസ്സിലാക്കുന്നവരുണ്ട്. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. അതിൻ്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു തന്നെയാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണ്. ഓക്കെ, സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ പഠിക്കാത്ത പോയിന്റുകളുടെ അവസാനം പറഞ്ഞ 3 അതിൽ സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമിക്ക് മാത്രമാണ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ബാക്കി രണ്ടും നമുക്കറിയാം. SNDP ഉറപ്പായിട്ടും അറിയാം. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണെന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ ഈ പഠിച്ച കാര്യം തന്നെയാണ്. നമ്മുടെ SCERT പുസ്തകത്തിൽ തന്നിട്ടുള്ളൊരു മേഖലയാണിത്. പുസ്തകത്തിൻ്റെ ഒരു കട്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ച സാധനങ്ങൾ തന്നെയാണ് എല്ലാം. നമ്മൾ പഠിച്ചത് ആര്യ സമാജം പഠിച്ചു, രാമകൃഷ്ണ മിഷൻ പഠിച്ചു, അലിഗഡ് പ്രസ്ഥാനം, തിയോസഫിക്കൽ സൊസൈറ്റി, ഹിതകാരിണി സമാജം എല്ലാം പഠിച്ചു. അതിനകത്ത് ഈ സ്വാഭിമാന പ്രസ്ഥാനവും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗവുമാണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കാത്തത്. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമുക്ക് പെട്ടെന്ന് ഓടിച്ച് നോക്കാം. ആദ്യത്തത് ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി തന്നെയാണ്. പുസ്തകത്തിലെ പോയിന്റാണ്. പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് നോക്കിയാൽ നമ്മൾ പഠിച്ചതാണ് കൊടുത്തിരിക്കുന്നത്. വിഗ്രഹാരാധന, ശൈശവിവാഹം എന്നൊക്കെ എതിർത്തു. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യുക, വിഗ്രഹാരാധന, ശൈശവ വിവാഹം, ഐഡോളട്രി ആൻഡ് ചൈൽഡ് മാരേജ്, ഇതിനെ എതിർത്ത സംഘടനയാണ് എന്നു പറയുന്നത് ആര്യ സമാജം എന്ന് പറയുന്നത്. സ്ഥാപകൻ ദയാനന്ദ സരസ്വതി. എളുപ്പമല്ലേ? രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ കുറച്ച് മുന്നേ പഠിച്ചത് സ്വാമി വിവേകാനന്ദൻ. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. കൂടാതെ സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. നമ്മൾ പഠിച്ച പോയിന്റ് അല്ലേ? സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, കാസ്റ്റിസത്തെ എതിർക്കുന്നു, ഇമ്മോറൽ പ്രാക്ടീസിനെയൊക്കെ എതിർക്കുന്നു. അതുപോലെ ഫ്രീഡം, അതുപോലെ ഇക്വാലിറ്റി ആൻഡ് ഫ്രീ തോട്ട്, സ്വതന്ത്ര ചിന്ത എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിച്ച സംഘടനയാണ് എന്തെന്ന് പറയുന്നത് രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. സ്ഥാപകൻ സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ, അടുത്ത നോക്കുക. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച സംഘടന അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനം, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. എന്തായിരുന്നു ലക്ഷ്യം? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി വാദിക്കുക. ഓക്കെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ
പുരോഗതിക്കായി വാദിച്ചു. അതായത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ്, മോഡേൺ എഡ്യൂക്കേഷനിലൂടെ അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷനിലൂടെ മുസ്ലിം സമൂഹത്തിനെ റിഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത നോക്കുക, പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്, പ്രാർത്ഥിക്കുന്നത് ആത്മാവിൽ കൈവച്ച് ആത്മാറാം പാണ്ഡുരംഗ്. എന്തിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു? മിശ്ര ഭോജനത്തെ പ്രോത്സാഹിപ്പിച്ചു, മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു, വിധവ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ സ്ത്രീകളുടെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി, സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി പ്രവർത്തിച്ച സംഘടനയാണ് ആത്മാറാം പാണ്ഡുരംഗ് സ്ഥാപിച്ച പ്രാർത്ഥനാ സമാജം. ഓക്കെ, മിശ്രഭോജനം, മിശ്ര വിവാഹം, വിധവ പുനർവിവാഹം, അതുപോലെ സ്ത്രീകളുടെയും പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെയും ക്ഷേമം തുടങ്ങിയവയൊക്കെയായിരുന്നു പ്രാർത്ഥനാ സമാജത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി. ആനി ബെസന്റ് തന്നിട്ടുള്ളത് പൂർണ്ണമായിട്ടും ശരിയല്ല. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്നത് കേണൽ ഓക്കോൾട്ടും മാഡം ബ്ലാവിറ്റ്സ്കിയും കൂടെ ചേർന്നിട്ടാണ്. ഇന്ത്യയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആനി ബെസന്റ്. നമ്മുടെ പുസ്തകത്തിൽ തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബെസന്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഓപ്ഷനിൽ ആനി ബെസന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആനി ബെസന്റ് എഴുതാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക, ഇന്ത്യയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആനി ബെസന്റ് എന്ന് പറയുന്നത്. അത് സ്ഥാപിക്കുന്നത് ആര് തന്നെയാണ്? മാഡം ബ്ലാവിറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും കൂടെ ചേർന്നിട്ടാണ്. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ചോദിച്ചാൽ നമ്മൾ പറയുക ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി നിലകൊള്ളുക എന്നുള്ളതാണ്. റിന്യൂവൽ ഓഫ് ഹിന്ദുയിസം എന്നുള്ളതാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ, ആനി ബെസന്റ് സ്ഥാപിച്ച തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്ത് വയ്ക്കുക. തിയോസഫിക്കൽ സൊസൈറ്റി ഞാനതൊന്ന് വരച്ചിടുന്നുണ്ട്. കാരണം ആനി ബെസന്റ് അല്ല അതിൻ്റെ സ്ഥാപക. അവർ സ്ഥാപകയാണെന്ന് ചോദിച്ചാലാണ് ഇന്ത്യയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റി കൊണ്ടുവന്നത് ആനി ബെസന്റ് എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കർത്താവാണ്. ശരിക്കും തുടങ്ങിയത് മാഡം ബ്ലാവിറ്റ്സ്കിയും കേണൽ ഓക്കോട്ടും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, അടുത്തത് ഹിതകാരിണി സമാജം. വീരേശലിംഗം പന്തലു എന്തിനൊക്കെ വേണ്ടി ശ്രമിച്ചു? വിധവ പുനർവിവാഹത്തിന് വേണ്ടി ശ്രമിച്ചു, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി പ്രചരിച്ചു. അതായത് സ്ത്രീകളുടെ ഉന്നമനം എന്നുള്ളതായിരുന്നു നമ്മുടെ വീരേശലിംഗം പന്തലു സ്ഥാപിച്ച തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തത് വീരേശലിംഗം പന്തലു സ്ഥാപിച്ച ഹിതകാരിണി സമാജത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത് നോക്കുക, സത്യശോചക് സമാജം. ഞാൻ ഇതും പറഞ്ഞതാണ്. സത്യശോചക് സമാജം പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഓർക്കും? സത്യം ചെയ്യുന്നത് എവിടെ തൊട്ട് സത്യം ചെയ്യും? ജ്യോതിയിൽ തൊട്ട്, തീയിൽ തൊട്ട് സത്യം ചെയ്യും അല്ലേ? അപ്പോൾ സത്യശോചക് സമാജം ജ്യോതിബ ഫുലെ അല്ലെങ്കിൽ ജ്യോതിറാവു ഫുലെ, ജ്യോതിബ ഫുലെ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജ്യോതിബ ഫുലെ എന്നുള്ള പേരാണ് ഇവിടെ തന്നിരിക്കുന്നത്. യഥാർത്ഥ പേര് ജ്യോതിറാവു ഫുലെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ലക്ഷ്യം എന്ന് പറയുന്നത് ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർക്കുക അല്ലേ? ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർക്കുക. നമ്മൾ പഠിച്ചതാണ്, ആര്യന്മാരെ വെളിയിൽ നിന്ന് വന്നവരാണ് അതുകൊണ്ട് ആര്യന്മാരാണെന്ന് അഹങ്കരിച്ച് നടക്കുന്ന ബ്രാഹ്മണരെയൊക്കെ ആക്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം. ആരെന്ന് പറയുന്നത്? നമ്മുടെ ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത്. കൂടാതെ പിന്നോക്ക വിഭാഗക്കാരുള്ള വിദ്യാലയങ്ങൾ ആരംഭിച്ച വ്യക്തിയും ആര് തന്നെയാണ്? ജ്യോതിറാവു ഫുലെ തന്നെയാണ്. പിന്നോക്ക വിഭാഗക്കാർക്കായി എന്ത് സ്ഥാപിച്ചു? വിദ്യാലയങ്ങൾ സ്ഥാപിച്ച വ്യക്തി ജ്യോതിറാവു ഫുലെയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? നമ്മൾ പഠിച്ച പോയിന്റുകളാണ്, എല്ലാം പഠിച്ച പോയിന്റുകളാണ്. അടുത്ത് നമ്മൾ നോക്കുക, സ്വാഭിമാന പ്രസ്ഥാനം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. കുറച്ച് മുമ്പാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പഠിക്കുന്നത്. സോ അത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് EV രാമസ്വാമി നായ്ക്കരാണ് സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയും എതിർക്കുക എന്നുള്ളതാണ്. അത് തൊട്ട് മുമ്പ് നിങ്ങൾ പഠിച്ച സംഘടനയുടെ ഏതാണ്ട് അതേ ലക്ഷ്യങ്ങൾ തന്നെയാണ്. അവിടെ പുരോഹിത മേധാവിത്വത്തെ എതിർക്കുക, ഇവിടെയും സെയിം ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർക്കുക, ജാതി വ്യവസ്ഥയെ എതിർക്കുക. ഈ രണ്ട് കാര്യങ്ങളെയും എതിർക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ EV രാമസ്വാമി നായ്ക്കർ സ്ഥാപിച്ച സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർക്കുക, ജാതി വ്യവസ്ഥയെ എതിർക്കുക. ഓക്കെയാണ്. അത് അടുത്തത് നോക്കുക ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ച് ശ്രീനാരായണ ഗുരു. എളുപ്പമാണ്. അതിൻ്റെയും ലക്ഷ്യം തന്നെയാണ് ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർക്കുക, അതുപോലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊള്ളുക. ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർക്കുക എന്നുള്ളത് SNDPയുടെ ഒരു പ്രധാനപ്പെട്ട ധർമ്മമായിരുന്നു. ഓക്കെ, കൂടാതെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊള്ളുക എന്നുള്ളതായിരുന്നു SNDPയുടെ പ്രധാനപ്പെട്ട ധർമ്മം, അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെയാണേ?
ഓക്കെയാണ്. അപ്പോൾ ഇത്രയും സാമൂഹിക പരിരക്ഷ പ്രസ്ഥാനങ്ങൾ നമ്മൾ 2-3 ക്ലാസ്സുകളായിട്ട് ഫുള്ള് പഠിച്ചതാണ്. SCERT ഫാക്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഡിസ്കഷനും നമ്മൾ ഒരു പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടു. ഇപ്പോൾ നമ്മളെടുത്ത 2 ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഫാക്റ്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി.